പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഈ പ്രഭാതത്തിൽ വീണ്ടും അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ആയുസ്സിൽ കാണാത്തൊരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി ദൈവം നൽകി തന്നതോർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട്, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതം അർഹതയില്ലാത്ത ഇടത്ത്, യോഗ്യതയില്ലായിരുന്ന സ്ഥാനത്ത് അർഹരാക്കി, യോഗ്യരാക്കി, കർത്താവിൻ്റെ സന്ധിയിൽ കർത്താവിൻ്റെ മക്കളാക്കി, ദൈവരാജ്യത്തിന് അവകാശികളാക്കി, ഒപ്പം ദൈവം തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദിയോടെ ദൈവത്തോട് നന്ദി കരയറ്റിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് തിരിയാൻ സഭാപ്രസംഗിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കാം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. എക്ലീഷ്യാസിസ് 12:13 വായിച്ചു കേട്ടത്. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന എല്ലാം വിട്ടുകളയേണ്ട, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. പറയുന്നതെല്ലാം കേൾക്കുക, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. അടുത്തത്, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഹല്ലേലൂയ. ഈ വചനത്തിനകത്തേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തി വചനത്തിനകത്തേക്ക് ഒന്ന് വന്നേ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, എല്ലാ കാര്യങ്ങളുടെയും സാരം കേൾക്കണം. ഗുണമാകാം, ദോഷമാകാം, നന്മയ്ക്കാകാം, തിന്മയ്ക്കാകാം, ഉപദേശമാകാം, ഉപദ്രവമാകാം, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ സദൃശവാക്യത്തിൽ മറ്റൊരു വാക്യം പറയുന്നുണ്ട്, കേൾക്കുന്നതെല്ലാം അതിൻ്റെ പുറകെ ചെവി കൊടുക്കരുത്. ചിലത് വിട്ടുകളയണം, ചിലത് ഒരു കാതിൽ കൂടെ കേട്ട് മറ്റേ കാതിൽ കൂടെ കളയണം. ചിലത് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കണം, ചിലതിന് പ്രതികരിക്കാതിരിക്കണം. പൊട്ടനെ പോലെ, എൻ്റെ ദാസനെ പോലെ പൊട്ടനാരുള്ളൂ, എൻ്റെ ദാസനെ പോലെ ചെകിടനാരുള്ളൂ. ചെകിടനായി കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഇരിക്കണം. ദൈവത്തിന് അവസരം കൊടുക്കണം, എല്ലാറ്റിൻ്റെയും സാരം കൊടുക്കുക. പക്ഷേ ഒരു പ്രതികരിക്കുന്നതിന് മുമ്പ്, ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് അടുത്തൊരു വാക്ക് പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട്. ഹല്ലേലൂയ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, അത് നല്ല കാര്യം തന്നെ. അടുത്ത വാക്ക്, ദൈവത്തെ ഭയപ്പെട്ട്. ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞെ, ഈ ലോകത്തിലെ അഴിമതി, അക്രമം, ദുരിതം എല്ലാം നടക്കുമ്പോൾ ഇതിനിടയ്ക്ക് മനുഷ്യനെ തടയുന്ന ഘടകത്തിന്റെ പേരാ ദൈവഭയം എന്ന് പറയുന്നത്. ഇങ്ങനെ ചൊല്ലി പറയാറുണ്ട്, ദൈവഭയമുള്ളവന് അവൻ കൈ അറയ്ക്കും ഒരുത്തിനെ കുത്താൻ, കാരണം ദൈവത്തെ പേടിക്കുന്നതുകൊണ്ട്. ദൈവഭയം എന്നത് മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്ന ഘടകമാണ്. ദൈവത്തെ ഭയപ്പെട്ട്. ഇത് ദൈവത്തെ എങ്ങനെ അറിയാം? ദൈവമുണ്ടോ? നമ്മുടെ മനസാക്ഷി പറയും. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. കൽപ്പനയാണ് തിരുവചനം നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞെ, നമ്മൾ കേൾക്കുന്നതെല്ലാം, ചില പ്രവാചകന്മാർ, ഹബക്കൂക്ക് പോലുള്ള പ്രവാചകന്മാർ അയ്യം വിളിച്ചു പറയുന്നു, അയ്യോ ഞാൻ എത്രത്തോളം അയ്യം വിളിക്കും, യഹോവ കേൾക്കാതിരിക്കും, യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നവരുണ്ട്, ഇതുവരെ പറയാത്തവരുണ്ട്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും യഹോവ കേൾക്കുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ, അനർത്ഥം ദൈവം കാണുന്നില്ലയോ? ഈ ഭൂമിയിലെ അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിലും ഇല്ല, എല്ലാറ്റിൻ്റെയും സാരം, ഇതെല്ലാം കേൾക്കുക, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. അടുത്തത്, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാം. ഇത് ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകങ്ങളുടെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ബ്ലെസ്സഡ് ഈതവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതാ ഒരു മനുഷ്യന് ഇവിടെ പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഇനി വചനം കേൾക്കുമ്പോൾ
കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാ. നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ആയുസ്സിൽ മാത്രമല്ല, ഈ നമ്മുടെ മരണശേഷം, നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്കൊരു സോയെ എന്ന് പറയുന്നൊരു ജീവൻ, അത് നിത്യജീവൻ. ഒരു മരണം, യേശുവിൽ വിശ്വസിക്കുന്നതിന് ഒരു മരണമേ ഉള്ളൂ. ആ മരണം കഴിഞ്ഞൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. തെസ്സലോനിക്ക ലേഖനം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ, അതേ ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കണ്ണി വയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. അത് പ്രത്യാശയാണ്. അത് കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവന്റെ പ്രത്യാശയാണ്. ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, വേദനയുണ്ട്. പക്ഷേ അവിടെ നിലനിൽക്കാൻ ദൈവശക്തി തരും. വചനത്തെ പ്രമാണിക്കുന്ന ഒരുവൻ ആ വേദന അറിയുന്നില്ല, ആ കഷ്ടത അറിയുന്നില്ല, സങ്കടം അറിയുന്നില്ല. ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഗർഭിണിയായി 10 മാസം ചുമന്ന് നടന്ന്, 9 മാസം 9 നാഴിക 9 വിനാഴിക ചുമന്ന് നടന്ന് ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അതുവരെ ഒരു വലിയ വേദനയാണ് പ്രസവ വേദന, വലിയ വേദനയാണ് പ്രസവ വേദന. പക്ഷേ ആ പ്രസവ വേദന കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വേദന മറന്നു, അമ്മ വേദന മറന്നു. കാരണം ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ അമ്മ വേദന മറക്കും. ഇതുപോലെ കർത്താവിലൊരു പ്രത്യാശ ഹൃദയത്തിനകത്ത് പേറുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിനകത്ത് യേശുവിനുള്ള പ്രത്യാശ പേറുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ കഷ്ടസാരമെന്ന് തോന്നത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൽ നിത്യ ഘനമായി മാറുന്നു. ഈ ലോകത്തിലെ എല്ലാം ചപ്പന്നും ചവറന്നും എണ്ണാൻ കഴിയുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ആ നിത്യ തേജസ്സിന്റെ കനമോർത്തിട്ടാ. അതുകൊണ്ട് ആ ജീവിത സായാഹ്നത്തിൽ പൗലോസ് പറയുന്നത്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അവിടെയാണ് കൽപ്പനകൾ പ്രമാണിക്കുക. ദൈവത്തെ ഭയപ്പെടുക, കൽപ്പനകൾ പ്രമാണിക്കുക. ദൈവത്തെ ഭയപ്പെടുക, കൽപ്പനകൾ പ്രമാണിക്കുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഇവിടെ ഇല്ലാത്ത സങ്കീർത്തനത്തിന്റെ പുസ്തകം ചേർത്ത് പറയട്ടെ, അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവനെ പറയുന്ന, അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്, ഇല പാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. അവന്റെ ക്വാളിറ്റി പറയുക, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത്, യഹോവയെ അറിയുന്നവൻ, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നവൻ. ഈ പ്രഭാതത്തിൽ കൽപ്പന അനുസരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൂടി നിറയ്ക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൂടി നിറയ്ക്കും. യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. അദൃശ്യ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ, ദൈവകരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു സാന്നിധ്യം കൂടി നിറയ്ക്കുന്നതിനായി സ്തോത്രം കർത്താവേ. കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ കൽപ്പന, യഹോവയുടെ കൽപ്പന അനുസരിക്കുവാൻ, എല്ലാത്തിൻ്റെയും സാരം കേട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സകല മനുഷ്യർക്കും വേണ്ടുന്ന ആ ജീവിതം നയിച്ച് നിത്യജീവനിലേക്ക് കടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഏറ്റിയാൽ സ്തോത്രം. എല്ലാ മാനവമഹത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നാം മറയ്ക്കപ്പെടുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.